ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് ഭർത്താവ് മരിച്ച സ്ത്രീകളെ വിധവയെന്ന് സംബോധന ചെയ്തുകൊണ്ട്. ഒരു സ്ത്രീ വിധവയാകുന്നത് കല്യാണം കഴിഞ്ഞ് ഭർത്താവും കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്നു, അൺഎക്സ്പെക്റ്റഡ്ലി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഭർത്താവിന് വിയോഗം നമ്മളിൽ നിന്ന് വേർപെട്ടു പോകേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ദൈവം വിളിക്കുമ്പോൾ പോകേണ്ടതായിട്ട് വരുന്നു. ആ സമയത്ത് ആ സ്ത്രീക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ ഭാര്യയ്ക്കുണ്ടാകുന്ന മാനസികാവസ്ഥ, അല്ലെങ്കിൽ ആ അമ്മയ്ക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഓരോ സ്ത്രീകൾക്കും അറിയാവുന്നതാണ്. സ്ത്രീകൾ മാത്രമാണ് സ്ത്രീകളെ വിധവ എന്ന് സംബോധന ചെയ്യുന്നത്. പുരുഷന്മാർ മാക്സിമം പേരായിരിക്കാം, അല്ലെങ്കിൽ ഇന്നാളുടെ ഭാര്യ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇന്നാളുടെ മകളെന്നായിരിക്കാം. സ്ത്രീകൾക്ക് നിങ്ങൾക്കും ചിന്തിച്ചുകൂടെ? നിങ്ങൾക്കും അങ്ങനെ വിളിച്ചുകൂടെ? ഇന്നാളുടെ ഭാര്യ എന്ന് പറയുക എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പേര് വിളിക്കുക, അതല്ലെങ്കിൽ ഇന്നാളുടെ അമ്മ എന്ന് പറയുക. ഇതൊന്നും അല്ലാതെ നേരെ ആ വിധവയല്ലേ. ചില നല്ല കാര്യങ്ങൾ വരുമ്പോൾ വിധവയാണെന്നുള്ള പേരിൽ അവരെ ഒരു നല്ല കാര്യങ്ങൾക്കും ക്ഷണിക്കാതെ എത്രയെത്ര അനുഭവങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഒരു സ്ത്രീ ഭർത്താവും ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ തന്റെ മക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരാണിന്റെയും പെണ്ണിന്റെയും കരുത്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. തന്റെ മക്കളെ അച്ഛനില്ലെന്നുള്ള ദുഃഖം അറിയിക്കാതെ അച്ഛനും അമ്മയുമായിക്കിട്ട് സ്വന്തം മക്കളെ പൊന്നുപോലെ വളർത്തുന്നവരാണ് ഈ വിധവയായ സ്ത്രീകളും. ഞാൻ വിധവയായതുകൊണ്ടാണോ എന്തോ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, വിധവ എന്നൊരു സ്ത്രീയെ സംബോധന ചെയ്യരുത്, അതൊരിക്കലും നല്ലതായ കാര്യമല്ല. കാരണം എല്ലാ സ്ത്രീകൾക്കും അല്ല, ചിലർക്ക് ദൈവം അത് കൊടുക്കുന്നതാണ്. അപ്പം ഈ പറയുന്നവർക്കും അല്ലെങ്കിൽ ഈ വിളിക്കുന്നവർക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അവർക്ക് ആ അവസ്ഥ മനസ്സിലാകത്തുള്ളൂ. ജീവിതത്തിൽ ഒരു സ്ത്രീയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം വിധവയാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. കാരണം അത്രയും നമ്മൾ മാനസികമായ പിരിമുറുക്കത്തിൽ കൂടിയാണ് പോകുന്നത്. ചിലപ്പോൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം. കുറച്ച് പ്രായമായതാണെങ്കിൽ മക്കളൊക്കെ അവരുടെ വഴി തേടി പോയവരാണെങ്കിൽ അമ്മ അവർക്കൊരു ഭാരമാകാം. ദൈവം സഹായിച്ച് ഇന്നുവരെയും എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ UAE-യിലായതുകൊണ്ട്, ശരിക്കും നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നേനെ. UAE-യിലായതുകൊണ്ട് ആരും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. നമ്മൾ ജോലി ചെയ്യുന്നു, അവർ ജോലി ചെയ്യുന്നു, എല്ലാവരും അവരവരുടെ വീടുകളിൽ പോകുന്നു. അതുകൊണ്ട് എനിക്കത്ര വിഷമമായിട്ട് തോന്നുന്നില്ല. എന്നാലും ചില കാര്യങ്ങളിൽ വീഡിയോ കാണുമ്പോൾ വല്ലാതെ മാനസിക പിരിമുറുക്കമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം. അപ്പോൾ UAE-യിൽ നിൽക്കുന്നത് കൊണ്ട് UAE-യോട്, പോറ്റമ്മയോട് അതിയായ നന്ദിയുണ്ട്. ഓരോ സ്ത്രീക്കും എത്ര സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുന്നൊരു രാജ്യമാണ് ഈ UAE എന്ന് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. 20 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. 7 വർഷമായി എൻ്റെ പ്രിയപ്പെട്ടവൻ എന്നിൽ നിന്നും പോയിട്ട്. ഇനിയുള്ള സ്ത്രീകൾ, ദയവ് ചെയ്ത് സ്ത്രീകളെ ഒരിക്കലും വിധവ എന്ന് സംബോധന ചെയ്യാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.